സ്വന്തമായി അടച്ചുറപ്പുള്ള വീടില്ലാതെ ദുരിതത്തിൽ കഴിയുന്ന തൃക്കരിപ്പൂർ ഈയക്കാട്ടെ UK പുഷ്പയുടെ വീടെന്ന സ്വപ്നം സഫലമാകുന്നു. സേവാഭാരതി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് പുഷ്പയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. എൻ്റെ ഗ്രാമം ഈയക്കാട് എന്ന വാട്സാപ്പ് ഗ്രൂപ്പാണ് പുഷ്പയുടെ ദുരിത ജീവിതം പുറത്തു കൊണ്ടുവന്നത്. പിന്നാലെ പുഷ്പയുടെ ദുരിതം മാധ്യമ വാർത്തകളിലും ഇടം പിടിച്ചു. ഇതോടെയാണ് ഈ അഗതിക്ക് വീട് നിർമ്മിച്ചു നൽകാനായി സേവാഭാരതി തൃക്കരിപ്പൂർ യൂണിറ്റ് രംഗത്തിറങ്ങിയത്. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും ദേശീയ സേവാഭാരതി കേരളത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന തലചായ്ക്കാനൊരിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുഷ്പയ്ക്കായി പുതിയ വീട് നിർമ്മിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി വീട് നിർമ്മാണത്തിനായി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 4 ലക്ഷം രൂപ ധനസഹായമായി നൽകും. ഇതിനു പുറമെ വീടുപണി പൂർത്തിയാക്കാൻ ആവശ്യമായി വരുന്ന ബാക്കി തുകയും നിർമ്മാണ സാമഗ്രികളും ഉദാരമതികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും സമാഹരിക്കും. നിർമ്മാണ ജോലികൾക്കായി തൊഴിലാളികളുടെ സേവനം ശ്രമദാനമായും ഉപയോഗപ്പെടുത്തും. 6 മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിച്ച് നൽകുവാനാണ് ലക്ഷ്യമിടുന്നത്. ഈ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സേവാഭാരതിയുമായി 1000 വീടുകളുടെ ഒരു ധാരണയായിട്ടുള്ളത്. അതിൽ നമ്മൾ കഴിഞ്ഞ വർഷം കാസർഗോഡ് ജില്ലയിൽ 8 വീടുകളുടെ പണി പൂർത്തിയായി കഴിഞ്ഞു. ഈ വർഷം നമുക്ക് 8 വീടുകളുടെ അപേക്ഷയാണ് ലഭിച്ചത്. ഇന്നിവിടെ ഈ കുറ്റിയടിക്കൽ ചടങ്ങ് നടക്കുന്നത് 6ാമത്തെ വീടിൻ്റെയാണ്. ഇനിയും നമുക്ക് ഒരുപാട് സമൂഹത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് നമ്മൾ അറിയാതെയുള്ളത്. സേവാഭാരതിയിലൂടെ ഇനിയും നമുക്ക് ഇങ്ങനെ സമൂഹത്തിൽ പല ഭാഗത്തും ദുരവസ്ഥയിൽ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരെ കണ്ടെത്തി നമുക്ക് പല തരത്തിലുള്ള സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സേവാഭാരതി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സംഗീത വിജയൻ, തൃക്കരിപ്പൂർ യൂണിറ്റ് സെക്രട്ടറി PV രാജൻ, പ്രസിഡന്റ് K സതീശൻ, ട്രഷറർ രാജൻ കീലേരി എന്നിവരുടെ നേതൃത്വത്തിൽ വീട് നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് കുറ്റിയടിക്കൽ ചടങ്ങ് നടത്തി. പയ്യന്നൂർ ഖണ്ഡ് കാര്യവാഹക് ഭവിത് K, സേവാഭാരതി കാസർഗോഡ് ജില്ലാ സമിതി അംഗം രൂപേഷ്, കോൺട്രാക്ടർ MV കുഞ്ഞിക്കോരൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.